2026 ഇന്ത്യയുടെ വർഷമാണ്. അതെ, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്. ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ വളർന്നു കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ലോകത്തിന് ഇന്ത്യയെ വേണം. അതെ, കേട്ടത് ശരിയാണ്. ഇന്ത്യക്കുള്ളിൽ പ്രധാനപ്പെട്ട പല മേഖലകളും വലിയ തരത്തിൽ വളർച്ചയും വികസനവുമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണമെന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനാവുന്നത്. മുൻപൊക്കെ സ്ഥിരമായി മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ മാത്രം വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ സ്വന്തമായി വികസിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ട വലിയ സഹായങ്ങളും ചെയ്യാൻ പ്രാപ്തമായിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. അതെ, തികച്ചും അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് പോകാം. ഇന്ത്യയുടെ അസ്ത്ര മിസൈലിനെ കുറിച്ചാണ് പറയാനുള്ളത്. അസ്ത്ര മിസൈലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അർമേനിയ ഇന്ത്യയുടെ അസ്ത്ര മിസൈലിനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അർമേനിയയുടെ Su-30SM എന്ന യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അസ്ത്ര മിസൈലുകൾ ഇന്ത്യയോട് ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടി ഇന്ത്യയുമായി വലിയ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അർമേനിയ ഇപ്പോൾ. ഇന്ത്യയുടെ വളരുന്ന പ്രതിരോധ ശേഷി തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അർമേനിയയുടെ 4 Su-30SM എന്ന യുദ്ധവിമാനങ്ങളിലേക്കാണ് ഈ അസ്ത്ര മിസൈലുകൾ അവർ ചോദിക്കുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO ആണ് നമ്മുടെ ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായി തന്നെയാണ് അസ്ത്ര മിസൈലുകൾ ഇപ്പോഴും നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസത്തിൽ അതിർത്തി സംഘർഷങ്ങളിൽ നമ്മുടെ അസ്ത്ര MK1 എന്ന മോഡൽ വിന്യസിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായ പ്രകടനം കാഴ്ചവെച്ചാലും ഭാവിയിൽ തന്നെ അതിന്റെ പ്രകടനം ഉയർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്താറുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ DRDO നിലവിൽ അസ്ത്ര MK1 പ്രകടനം മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നതും ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ഈ അസ്ത്ര മിസൈലിന്റെ 110 കിലോമീറ്റർ എന്ന റേഞ്ചിൽ നിന്നും 160 കിലോമീറ്ററായി വികസിപ്പിക്കും എന്നതും ഈ ഒരു സമയത്ത് എടുത്തു പറയണം. 2026 അവസാനത്തോടെ ഇതിന്റെ പരീക്ഷണങ്ങൾ നടക്കുമെന്നും ഇപ്പോഴത്തെ ചർച്ചകൾ അവസാനിച്ചു കഴിഞ്ഞാൽ അർമേനിയയ്ക്ക് ഈ നവീകരിച്ച പതിപ്പായിരിക്കും ലഭിക്കുക എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 160 കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര MK1 അർമേനിയയുടെ Su-30SM ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ശത്രു പോരാളികൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ പ്രാപ്തമാക്കുമെന്നതാണ്. ഇത് കണ്ടെത്തൽ, അതുപോലെ തന്നെ നശിപ്പിക്കൽ ശൃംഖലകൾ വ്യാപിപ്പിക്കുകയും മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ അതിജീവനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതും എടുത്തു പറയണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് ഇന്ത്യ അമേരിക്ക തമ്മിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏതാണ്ടൊരു അറുതി വന്നു എന്നത്. അമേരിക്കയുമായുള്ള വലിയ കരാറുകളിലാണ് രാജ്യം ഏർപ്പെടുന്നത്. ഈ അടുത്ത് നടന്നൊരു സംഭവം പരിശോധിക്കുകയാണെങ്കിൽ P-81 വിമാനങ്ങൾക്കായുള്ള വമ്പൻ കരാറിൽ രാജ്യം കൈകൊടുത്തിരിക്കുകയാണ് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. സമുദ്ര സുരക്ഷയ്ക്കും സമുദ്ര പട്രോളിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള P-81 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം.